നിങ്ങൾക്ക് അതിന്ന് പുറത്ത് കടക്കാനേ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുക. ഇതിനെയാണ് നമ്മൾ കാർമിക് സൈക്കിൾ എന്നൊക്കെ വിളിക്കുന്നത്. ക്ലിയർ? ഈ കാർമിക് സൈക്കിൾ if it repeats more than a certain number of years, certain number എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾക്കൊരു പ്രത്യേകിച്ച് ഒരു കറക്റ്റ് നമ്പറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. ഏകദേശം ഒരു 7 വർഷത്തോളം 7 to 8 years ഇത് കണ്ടിന്യൂസ്ലി നിങ്ങൾ കറങ്ങി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന then it becomes some kind of a permanent cycle. ഈ 8 എന്നുള്ളത് അതിന്റെ ഡബിൾ 16 or 24 ആ റേഞ്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ then it is very tough. നിങ്ങൾക്ക് അതിന്റെ ടെക്നിക്സ് കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ചാൻസ് ഉണ്ട് ഇത് ഈ വഴിക്ക് പോവാൻ. അതായത് പെർമനന്റ്ലി അതവിടെ ഒരു നിങ്ങളുടെ ഒരു മാറാത്ത ഒരു കാർമിക് സൈക്കിൾ പോലെ അവിടെ നിൽക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഈ കാർമിക് സൈക്കിൾ പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി വർക്കാവുക. ദെൻ എക്ലിപ്സ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ചില കാർമിക് ബ്ലോക്കേജസ് ഉണ്ട്, ചില കാർമിക് റിയാക്ഷൻസ് ഉണ്ട്. ചില കാർമിക് റിയാക്ഷൻ എന്ന് പറയാൻ കാരണം നിങ്ങളുടെ അറ്റത്ത് നിൽക്കണ്ടാവും, വളരെ അതിൻ്റെ ഒരു അറ്റത്തൊന്നും നിൽക്കണ്ടാവും. ആ സാധനം എപ്പോൾ വേണമെങ്കിലും അത് പുറത്ത് വരാം എന്നുള്ള രീതിയിൽ ഒരു അറ്റത്ത് പോയിട്ട് നിൽക്കുന്നുണ്ടാവും, എസ്പെഷ്യലി ഇൻ യുവർ ഓറ. ഇത് നമ്മുടെ സർഫസ് ലെവലിൽ കിടക്കുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ ദീസ് തിങ്സ് ഈ ഫുൾ മൂൺ, ന്യൂ മൂൺ, ഫുൾ മൂണിൽ അധികമില്ല, എക്ലിപ്സ് ടൈമിൽ വരുമ്പോൾ ഈ സർഫസ് ലെവലിൽ കിടക്കുന്ന എല്ലാ കാർമിക് ബ്ലോക്കേജസും പുറത്തോട്ട് വരും. യാതൊരു ഇതുമില്ലാതെ കറക്റ്റായിട്ട് പുറത്തോട്ട് വരും. ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇത് സർഫസിൽ കിടക്കുന്ന എല്ലാ ടൈപ്പിലുള്ള കാർമിക് റിയാക്ഷൻസും പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു ആംഗിൾ ആണ് സോളാർ എക്ലിപ്സ്. ഇപ്പൊ കേൾക്കണ്ടല്ലോ അല്ലെ? വോയിസ് ക്ലിയർ ആണല്ലോ? ശരി. ഇങ്ങനെ സർഫസിൽ മാത്രം നിൽക്കുന്നത്, അത് ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നല്ല പറയുന്നത്, നിങ്ങളുടെ വെറും സർഫസിൽ കിടക്കുന്ന കാര്യം, ജസ്റ്റ് ഇൻ യുവർ സർഫസ്, അത് മാത്രമാണ് പുറത്തോട്ട് വരുള്ളൂ. എല്ലാം ഒന്നും വരില്ല. ഏറ്റവും ആഴത്തിൽ കിടക്കുന്ന സാധനം വരില്ല. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരുപാട് കാലങ്ങളോളം യൂസ്ഡ് ആയി കിടക്കുന്ന കാര്യങ്ങൾ വരില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. ബട്ട് ജസ്റ്റ് സംതിങ് ദാറ്റ് ഈസ് ഇൻ യുവർ സർഫസ്, അതെന്തായാലും ഡെഫിനറ്റ്ലി ഇത് പുറത്തോട്ട് വരും. അപ്പോൾ ഇത് ഓരോ എക്ലിപ്സിനും ഒരു ലെറ്റ്സ് സേ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ഓരോ ലൈവ് ഇടുമ്പോൾ ഓരോ ടോപ്പിക് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ഒരു ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ആ ലൈവ് സംസാരിക്കുക. എത്രയാണോ അതിന്റെ സമയം, അത്രയും സമയം നമ്മൾ ആ ടോപ്പിക് ആയിരിക്കും സംസാരിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് എല്ലാ സോളാർ എക്ലിപ്സിനും ഒരു ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്കിന് കറക്റ്റ് പാരലൽ ആയിട്ട് നിൽക്കുന്ന കർമ്മയായിരിക്കും, കാർമിക് സൈക്കിൾ ആയിരിക്കും, സർഫസിലുള്ള ഒരു സാധനമായിരിക്കും പുറത്തോട്ട് വരിക. ഇങ്ങനെയാണ് എക്ലിപ്സ് ഫങ്ഷൻ ചെയ്യുക. ഇതുകൊണ്ടാണ് യു ക്യാൻ ചെക്ക്, നിങ്ങൾ ഒരിക്കലും മറക്കില്ല. പൊതുവെ ജനറലി നിങ്ങൾക്ക് പലതരത്തിലുള്ള ട്രിഗേഴ്സും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ വരുന്നുണ്ടാവും, പല ടൈപ്പ് വരുന്നുണ്ടാവും. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, പിന്നെ 29 അല്ലേ, ഒരു 25 മുതൽ വേണമെങ്കിൽ ആലോചിച്ചോളൂ, അല്ലെങ്കിൽ പോട്ടെ 19 മുതൽ തന്നെ ആലോചിച്ചോളൂ.
19-ാം തീയതി മുതൽ ഈ ഒരു 10 ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സിൽ നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ 6 മാസത്തിലെ ഏറ്റവും വലിയ ട്രിഗർ, ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ, ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നുള്ള ഒരു നമ്മൾ പറയില്ലേ കൈൻഡ് ഓഫ് അനോയൻസ്, അത് വന്നത് ഈ 10 ദിവസത്തിലായിരിക്കും. ഇപ്പൊ ഉണ്ടാവും ചെയ്യും, ഇപ്പൊ ഉണ്ടാവും വേണമെങ്കിൽ കൂടെ. ഇനി അടുത്തൊരു 5 ദിവസം കൂടെ നിങ്ങൾ സഹിക്കേണ്ടി വരും. മുമ്പത്തെ പോലെ ഉണ്ടാവില്ല, അത്ര ബഹളമൊന്നും ഉണ്ടാവില്ല, ബട്ട് ഉണ്ടാവും. ഇത് നോട്ടീസ് ചെയ്തോ? അൺനെസസറി ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ട്രിഗേഴ്സ്, അൺനെസസറി ആയിട്ടുള്ള സില്ലി, മേ ബി അതൊരു ആർഗ്യുമെന്റ് പോലും ആയിരിക്കില്ല, വെറുതെ സിമ്പിൾ ടൈം വേസ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ടോക്കിംഗ്, വെറുതെ സമയം കളഞ്ഞു തോന്നും. അവിടെ ഫൈറ്റോ ട്രിഗറോ ഒന്നും നടന്നിട്ടുണ്ടാവില്ല, വെറുതെ ചിരിച്ചു കളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഇപ്പൊ എന്തൊക്കെ നടന്നതെന്ന് ആലോചിക്കും. എന്തിനാണ് ഇതിപ്പോ സംസാരിച്ചത്, സമയം വേസ്റ്റ് ആയല്ലോ, ഞാനിപ്പോ എന്താ ചെയ്തത് എനിക്കറിയില്ല എന്നാവും. രണ്ടാമത്തെയാണ് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല. ഇപ്പോ ഫിക്സ് ആയി വരുന്നുണ്ട് എനർജി, ബട്ട് കുറച്ച് മുൻപ് വരെ എസ്പെഷ്യലി ഫ്രം 19, 20, 21, 22, 23 ആ സമയങ്ങളിലൊക്കെ ഉറക്കമുണ്ടാവില്ല. നിങ്ങൾ നേരത്തെ കിടന്നാലും ഉറങ്ങില്ല, വൈകി കിടന്നാലും ഉറങ്ങില്ല, ഉറങ്ങാൻ വേണ്ടി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കിടന്നാലും നിങ്ങൾ ഉറങ്ങില്ല. പോട്ടെ രാവിലെ ഉറങ്ങുക വിചാരിച്ചു കഴിഞ്ഞാൽ ചിലവര് ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങിണ്ടാവും, ചിലർക്ക് അതും പറ്റില്ല. രാത്രി ഉറങ്ങാൻ പറ്റാത്ത രാവിലെ ഉറങ്ങാൻ പറ്റുന്ന കിടന്നാൽ അത് നടക്കില്ല. ദിസ് ഈസ് ദ നേച്ചർ ഓഫ് മോസ്റ്റ് ഓഫ് ദ എക്ലിപ്സ്. അതിങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക. അതിങ്ങനെ നമ്മുടെ സർഫസിലുള്ള ഒരുപാട് കാര്യങ്ങളെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ നോക്കുകയാണ്. അവിടെ റെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. നോർമൽ ഡേയ്സിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാം സ്വിച്ച് ഓഫ് ആയിരിക്കും, എല്ലാം ടേൺഡ് ഓഫ് ആണ്, ഇൻക്ലൂഡിങ് യുവർ ബ്രെയിൻ. നല്ല ടയേർഡായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ റെയർലി സ്വപ്നം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മനസ്സ് അത്രയും റിലാക്സ്ഡ് ആണെങ്കിൽ സ്വപ്നങ്ങൾക്ക് ചാൻസ് പോലും ഉണ്ടാവില്ല. ബട്ട് ദീസ് ടൈംസ് വെൻ ദ എനർജീസ് ആർ ഓൺ ദ പീക്ക് ലെവൽ കഷ്ടമാണ്. റെസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് കഷ്ടമാണ്. അതേപോലെ മനസ്സിനെ മുൻപ് നിങ്ങൾ ഇരിക്കുന്ന പോലെ ബാലൻസ് ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതും നടക്കില്ല, അതും കഷ്ടമായിരിക്കും. കാരണം ഈ വേവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എക്ലിപ്സ് 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ കൊണ്ട് കാര്യമില്ല. ദാറ്റ്സ് ഹൗ അവർ പ്ലാനറ്റ് വർക്ക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്തുകൊണ്ട് ഇത്രയും ട്രിഗേഴ്സ് വന്നു, എന്തുകൊണ്ട് ഇത്രയും അജിറ്റേഷൻസ് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ഏറ്റവും അടുത്തുള്ള ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ആയിരിക്കും അത്. സർഫസിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഡെസ്ട്രോയ് ആവാൻ ഇനി കുറച്ച് സമയമോ കുറച്ച് മണിക്കൂറോ മാത്രമേ ബാക്കിയുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് ഇത് സർഫസിൽ കിടക്കുന്നത്, റൈറ്റ്? അല്ലാത്ത പക്ഷം അത് ഡീപ്പായിട്ടും കിടക്കുക കുറേ വർഷം എടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഡെപ്തിലായിരിക്കും ഉണ്ടാവുക. സർഫസിലാണ് ഇതൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി അതിന്റെ കാലാവധി തീരാറായി എന്നർത്ഥം. ഓർ എവറി എക്ലിപ്സ് ഇസ് എ ചാൻസ് ടു ഫിനിഷ് ഇറ്റ് ഓഫ്. എന്നേക്കുമായിട്ട് അതിനെ അവസാനിപ്പിക്കാനുള്ള ഒരു കാലം കൂടിയാണ് എവറി എക്ലിപ്സ്. സോ ഈ സമയത്ത് നിങ്ങൾക്ക് വെദർ ഇറ്റ് ബി യുവർ ഫാദർ ഓർ മദർ ഓർ റിലേറ്റീവ്, മേ ബി ഫ്രണ്ട്, യുവർ ഓഫീസ്, അവിടുത്തെ ബോസ് ആയിരിക്കാം, എംപ്ലോയി ആയിരിക്കാം, എംപ്ലോയർ ആയിരിക്കാം, എനിത്തിങ്, ഫോർമൽ ഓർ ഇൻഫോർമൽ, എനി കൈൻഡ് ഓഫ് കണക്ഷൻ. ഒരുപാട് കാലമായിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ട് അതൊരു ഇറിറ്റേഷൻ ആയിട്ടും അനോയൻസ് ആയിട്ടും നമ്മൾ പറയില്ലേ, ഒരു കൊതുക്, ഒരു മൊസ്കിറ്റോ അതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദിസ് സോളാർ എക്ലിപ്സ് ഇസ് സിഗ്നൽ ടു ഡ്രോപ്പ് ഇറ്റ്. എന്നേക്കുമായിട്ട് ആ കൊതുകിൽ നിന്ന് മാറി ജീവിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഹിറ്റ് ഇറ്റ് ഔട്ട്, അത്രേ ഉള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ വർക്ക് പ്ലേസ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇറിറ്റേഷൻ കൊണ്ടും ട്രിഗർ കൊണ്ടും ഒക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ആദ്യം എപ്പോഴും അത് ഫിക്സ് ചെയ്യാൻ നോക്കുക, ആ ഒരു സോഴ്സ് ഫിക്സ് ചെയ്യാൻ നോക്കുക. അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഡിസ്റ്റൻസ് ചെയ്യാൻ നോക്കുക. ഈ 2 വഴികളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫിക്സിങ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. ആദ്യം തന്നെ ഡിസ്റ്റൻസ് ചെയ്ത് പഠിച്ചാൽ നമ്മുടെ മനസ്സ് വീക്കായി പോകും, വരുന്ന ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്യാൻ ശക്തി ഉണ്ടാവില്ല. അപ്പൊ ആദ്യം അത് ഫേസ് ചെയ്ത് നോക്കുക, ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്കുക, ആ ചലഞ്ച് ഒന്ന് ഏറ്റെടുത്ത് നോക്കുക. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ then you can distance. ഓക്കെ, ഇങ്ങനെയാണ് ഇത് എംപ്ലോയ് ചെയ്യേണ്ടത്. ആൻഡ് എനിക്ക് ഉറപ്പാണ് കഴിഞ്ഞ ഈ 10 ദിവസത്തില് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടോ അല്ലെങ്കിൽ ദൂരെയുള്ള ഫ്രണ്ടോ, ഏതോ ഫ്രണ്ടോ ഫാമിലി മെമ്പറോ ഓർ മേ ബി യുവർ ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ ഇപ്പൊ ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ആരും ആവാം, അവരോട് നിങ്ങളൊന്ന് ഒരു വലിയ ആർഗ്യുമെന്റ് നടന്നിട്ടുണ്ടാവും.
ചെറിയ ആർഗ്യുമെന്റ് ഒന്നും അല്ല, അത്യാവശ്യം ഒരു ലെങ്ത് ഉള്ള ഒരു ആർഗ്യുമെന്റ്, ഒരു വലിയ ആർഗ്യുമെന്റ് നടന്നിട്ടുണ്ടോ ശ്രദ്ധിച്ചോ? അതൊക്കെ സോളാർ എക്ലിപ്സ് ആണ്. ഞാനത് ആസ്ട്രോളജി അല്ല കേട്ടോ സംസാരിക്കുന്നത്, ഐ എം ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വാലിറ്റി. നോട്ട് ആസ്ട്രോളജി, നോട്ട് ഗോഡ് ആം ഡയറക്ട് റീഡിങ്, ജസ്റ്റ് സ്പിരിച്വാലിറ്റി. അത്ര കാലം ഇല്ലാത്ത തല്ല് അപ്പൊ തല്ലുള്ളൂ. ആ 19-ാം തീയതിക്ക് മുമ്പ് വരെ ബഹുമാനപൂർവ്വം നല്ല BGM ഒക്കെ ഇട്ട് കാലിൽ തൊട്ട് വന്ദിച്ചൊക്കെയാണ് നിങ്ങൾ പുറത്തു പോവുക. 19-ാം തീയതി കഴിയുമ്പോൾ കാലിലല്ല തൊട്ട്, മുഖത്തൊക്കെയാണ് തൊട്ടുള്ളത്. വയലൻസ് ആയി. KGF-ഉം മാക്രോ അല്ല എൻ്റെ ഒരു പേര്, മാർക്കോ ഒക്കെ കയറി വന്നിട്ടുണ്ടാവും. ഡോണ്ട് ഡു ഇറ്റ്. ഓക്കെ, ബി കെയർഫുൾ. എപ്പോഴും നമുക്ക് ഇത്തരം അൺയൂഷ്വൽ ആയിട്ട് നിങ്ങളുടെ മനസ്സും ഇമോഷൻസും ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കലണ്ടർ നോക്കണം. എപ്പോഴും ജാതകർ ഇത്ര നോക്കിയാൽ മതി: ന്യൂ മൂൺ, ഫുൾ മൂൺ, ലൂണാർ എക്ലിപ്സ്, സോളാർ എക്ലിപ്സ്. ഓക്കെ, ദെൻ മേ ബി നോട്ട് മേ ബി നവരാത്രി തന്നെ ഒരു പക്ഷെ ഒരുപാട് നവരാത്രി ഉണ്ട്. നവരാത്രി, ശിവരാത്രി, ഇതൊക്കെയാണ് നമ്മുടെ മേജർ ഇവന്റ്സ്. വേറെ നോക്കണ്ട. ശനി അങ്ങോട്ട് ചാടി, ശനി ഇങ്ങോട്ട് ചാടി, നോട്ട് ദാറ്റ് മച്ച് നെസസറി. പക്ഷെ ഈ എക്ലിപ്സിന്റെ കാര്യം കൃത്യമായിട്ട് നോക്കണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചങ്കായിരിക്കാം, നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എക്സ് ആയിരിക്കാം, വൈ ആയിരിക്കാം, സെഡ് ആയിരിക്കാം, അവരൊക്കെ തിരിച്ചു വരാൻ നോക്കും, ഇടഞ്ഞു കയറാൻ നോക്കും. അതും ഈ എക്ലിപ്സിലാണ് സംഭവിക്കുക. കാരണം എക്ലിപ്സിന് ഒരു സ്വഭാവമുണ്ട്, ഒന്നൊന്നായിട്ട് വരില്ല. വരികയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് തലയിൽ വീഴും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. 1, 2, 3 കണ്ട് വരില്ല, എല്ലാം കൂടെ ഒരുമിച്ച് തലയ്ക്ക് വീഴും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത് എന്താ ഞാൻ മാത്രം, ഞാൻ എന്താ ചെണ്ടയാണോ എന്ന് ആലോചിക്കുക നിങ്ങൾ. അത് എക്ലിപ്സിൽ മാത്രമാണ് സംഭവിക്കുക. ഓക്കെ, സോ ഒരു റിമൈൻഡർ ആയിട്ട് പറയാണ്, എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വരുന്നോ ഒന്ന് കലണ്ടർ ചെക്ക് ചെയ്യാം. എസ്പെഷ്യലി ഇഫ് യു ആർ ഡൂയിങ് സാധന, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് സോളാർ ആൻഡ് യുവർ പ്രാണിക് എനർജി, എസ്പെഷ്യലി ഇഫ് യു ആർ ഇനീഷ്യേറ്റഡ് ഫ്രം ഹിയർ, സൂര്യനും നിങ്ങളുടെ ഉള്ളിലുള്ള എനർജിയും നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ചന്ദ്രൻ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനേക്കാളും സൂര്യൻ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ എത്ര ടൈം എന്നൊന്നുമില്ല. സോളാർ എക്ലിപ്സിൽ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ രാവിലെ തുടങ്ങി രാത്രി വരെ ഇരുന്നോന്നാണ്. ഓക്കെ, അതിന് ഇന്ന മുഹൂർത്തം കാലമൊന്നുമില്ല. ഫുൾ മൂണിന് രാത്രി എന്ന് പറയാം, എക്ലിപ്സിന് അങ്ങനെ നോക്കണ്ട. ഇഫ് ഇറ്റ് ഇസ് ഹാപ്പനിങ് ഓർ വിസിബിൾ ഇൻ ഇന്ത്യ, ദെൻ ആ എക്ലിപ്സിന്റെ ടൈമിങ് ഇറ്റ്സ് ഗുഡ്. ബട്ട് അത് വിസിബിൾ അല്ലെങ്കിൽ ദെൻ ഫുൾ ഡേ നമ്മൾ കണക്കാക്കും. ഒരു ഡ്രോപ്പ് പോലും മിസ്സാവണ്ട, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അറിയില്ല എക്സാക്ട് എപ്പോഴാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാനാണോ? അല്ല, ബ്രേക്ക് ചെയ്ത് ചെയ്യാം. 30 മിനിറ്റ്സ് 30 മിനിറ്റ്സ്, 1 അവർ 1 അവർ, വാട്ട് ഇസ് യുവർ കപ്പാസിറ്റി, അതുപോലെ ചെയ്യാം. ഓക്കെ, സോ അതാണ് ഒരു സൈഡ്. ഇനി രണ്ടാമത്തെ സൈഡ്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയാവും, പക്ഷെ പേടിക്കണ്ട. കാരണം സംഭവിച്ചു കഴിഞ്ഞു, ഇനി തിരുത്താനൊന്നും പറ്റില്ല. നമ്മൾ ചില കരിക്കിലോ ഏതിലോ ഒന്നും കണ്ടിട്ടില്ലേ, പേടിക്കണ്ട, അല്ല ഏതോ സിനിമയിലാണ് തോന്നുന്നത്, ചെറുതായിട്ടൊരു ഹാർട്ട് അറ്റാക്ക് വന്നാണ്, പേടിക്കാനൊന്നുമില്ല, ഇനി വന്നുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞാൽ അതൊരു ഡയലോഗുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഹിന്ദി ഓർ തമിഴ്, ഐ ഡോണ്ട് നോ, ഏതോ ഒന്നുണ്ട് അങ്ങനെ. ടെൻഷൻ അടിച്ചിരിക്കുന്ന ഫാമിലിൻ്റെ അടുത്ത് പോയിട്ട് അറ്റാക്കാണ്, പേടിക്കാനൊന്നുമില്ല, ഇനി വന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നൊരു പോക്കുണ്ട്. അതേപോലെയാണ് ഈ എക്ലിപ്സിന്റെ കാര്യവും. നിങ്ങൾ തൊട്ട് മുൻപ് ഈ കഴിഞ്ഞ 10 days ഹൗ ഡിഡ് യു ബിഹേവ്, അതായിരിക്കും ഈ വർഷത്തിന്റെ അവസാനം വരെ. സോറി ടു ബ്രേക്ക് ദ ബാഡ് ന്യൂസ്, പക്ഷെ ഉള്ളതുപോലെ പറയണല്ലോ അല്ലേ. അതായത് ഈ ഒരു എക്ലിപ്സിന്റെ എനർജി റേഞ്ച് പോകുന്നത്, ഞാൻ ഈ 5 ദിവസം എന്ന് പറയാനുള്ള റീസൺ, അതിന്റെ ഏറ്റവും ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പാർട്ട് നിൽക്കുന്ന ഒരു കാലത്തെയാണ് ഞാൻ പറഞ്ഞത്, ബിഫോർ 5 days ആൻഡ് ആഫ്റ്റർ 5 days. ബട്ട് അതിന്റെ ഇൻഫ്ലുവൻസ്,
അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അത് 6 മാസം ഉണ്ടാവും. 6 മാസം ഉണ്ടാവും. ഈ മാസം കണക്കാക്കാൻ പറ്റുമോ കേസി? ഇല്ല. പകുതിക്ക് വന്നാണെങ്കിൽ പോലെ കൺസെഷൻ ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടാവും. മാർച്ച് 29 കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ മാസം കണക്കാക്കാനേ പറ്റില്ല. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ പുറത്തു വരുമായിരിക്കും അല്ലേ? അല്ല, സെപ്റ്റംബർ സമയത്ത് വേറെ എക്ലിപ്സ് വരുന്നുണ്ട്. അതങ്ങനെയാണ്. ഓരോ 6 മാസം കഴിയുമ്പോഴാണ് എക്ലിപ്സ് വരിക. നിങ്ങൾ മെല്ലെ പുറത്തു പോകുമ്പോൾ അടുത്ത് വന്നിട്ടുണ്ടാവും. യെസ്, ഇറ്റ്സ് എ ഗുഡ് മെഷർമെന്റ് ആക്ച്വലി. എന്ത് നല്ലൊരു സെറ്റപ്പാണ്. എപ്പോഴും നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പറയുന്നത് നമുക്കൊന്ന് പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്യണ്ടേ? അല്ലേ? ഇന്റേണലി യു ആർ ഡൂയിങ് സോ മച്ച് സാധന, മെഡിറ്റേഷൻ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പ്രാക്ടിക്കലി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? പുറത്ത് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രകാരം വന്നാൽ മാത്രമല്ലേ പറ്റുള്ളൂ. റൈറ്റ്? സോ ആ ടൈമിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്തു അതായിരിക്കും ബാക്കി മുഴുവൻ. ഇതിനർത്ഥം വിഷുഫലം പോലെയാണോ ഒരു വർഷം മൊത്തം പോക്ക്? അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ട്രിഗർ ആണെങ്കിൽ അത് വന്നുകൊണ്ടിരിക്കും. നിങ്ങളത് കറക്റ്റായിട്ട് ഡീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വന്നുകൊണ്ടിരിക്കും. ഈ വരുന്ന സമയങ്ങളിൽ കറക്റ്റായി ഡീൽ ചെയ്യുക. പിന്നെ അത് അത്ര ഫ്രീക്വന്റ് ആയിട്ട് വരില്ല. മീൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മേബി 2 മാസത്തിലൊന്ന്, 3 മാസത്തിലൊന്ന്, അങ്ങനെ പോയപ്പോൾ രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ, 2-3 ഉണ്ടാവുള്ളൂ. അപ്പോ അത്ര 6 മാസം നിങ്ങൾ പെട്ടുകിടക്കണു എന്നല്ല പറയുന്നത്. സിമിലർ കൈൻഡ് ഓഫ് ട്രിഗേഴ്സ് വരും. അത് വരുമ്പോൾ നിങ്ങൾ ഇപ്രാവശ്യം കറക്റ്റ് ബ്രെയിനും ക്ലാരിറ്റിയും നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സ് അവിടെ പ്രസന്റ് ആയിരിക്കണം. ആ ഒരു മനസ്സും അവിടെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ അറ്റൻഡ് ചെയ്ത് നോക്കൂ. പിന്നെ അത് കുറഞ്ഞു വരും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളുടെ മേലെ ഉണ്ടാവില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി ലോ. 0 എന്ന് പറയാൻ സാധിക്കില്ല, ബട്ട് അവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് അത് വർക്കാവുക. സോ ഈസ് ഇറ്റ് എ ഗുഡ് ന്യൂസ് ഓർ എ ബാഡ് ന്യൂസ്? നിങ്ങളത് ഇനി ഓരോ സമയത്ത് വരുമ്പോൾ അത് കറക്റ്റായി ഡീൽ ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ബാഡ് ന്യൂസ് ആണ്. പക്ഷെ അത് നിങ്ങൾ വ്യക്തമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ഫോർ യു. ബിക്കോസ് എവറി ചാലഞ്ച് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. കേശ് ഇവിടെ മോട്ടിവേഷൻ കോട്ട് നോക്കി വായിക്കുകയാണ്. അല്ല, അങ്ങനെയാണല്ലോ കടന്നു വന്നവർക്ക് അറിയാലേ. നമ്മൾ എന്താണ് ഡൗൺ സൈഡ് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾക്കത് പോസിറ്റീവാണ്. നമ്മൾക്കതൊരു ലെറ്റ്സ് നമ്മൾക്ക് അത് ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അതിനെ അഡ്വാൻറ്റേജിലേക്ക് തിരിക്കാൻ പറ്റും, നമ്മുടെ ഫേവറിലേക്ക് മാറ്റാൻ പറ്റും. പ്രസൻസ് ഓഫ് മൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇമോഷൻസ് ചാടിയ അതുണ്ടാവില്ല, ട്രിഗർ ആയ അതുണ്ടാവില്ല, വേവറായി കഴിഞ്ഞാൽ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരുന്ന അത് നടക്കില്ല. പലതരം കാര്യങ്ങളിൽ 1000 ചിന്തകൾ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്ന അത് നടക്കില്ല. പ്രസൻസ് ഓഫ് മൈൻഡ് മീൻസ് യു ആർ ദെയർ. അവിടെ നിങ്ങൾ ഫുള്ളി ഉണ്ട്. അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്നും ചിന്തിക്കുന്നില്ല, നിങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കാഴ്ച വളരെ ക്ലിയർ ആയിരിക്കും. വേറെ ആരെക്കാളും യുവർ വിഷൻ വിൽ ബി ബ്രൈറ്റ്. അതിലാണ് തീരുമാനം എടുക്കേണ്ടി വരിക. അതാണ് ഓരോ എക്ലിപ്സുകളും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ. സോ ഗെറ്റിംഗ് ട്രിഗേർഡ്, ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്, ഗെറ്റിംഗ് അനോയ്ഡ്, ഇതൊക്കെ ഏതൊരു സഹജമായ മനുഷ്യനും സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇപ്പോ നിങ്ങൾ വീടിനടുത്തൊക്കെ കുറെ നായ്ക്കളുണ്ടെങ്കിൽ രാത്രി ഓളിടുന്ന ശ്രദ്ധിച്ചോ? വെറുതെ കുറയ്ക്കണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്ര കാലം ഉണ്ടാവില്ല, ഇപ്പൊ മാത്രം കഴിഞ്ഞൊരു 1-2 ദിവസം വെറുതെ കുറച്ചുകൊണ്ടിരിക്കണ്ടാവും. ചെറുതായിട്ട് നോട്ടീസ് ചെയ്യണ്ടാവുള്ളൂ, ബട്ട് ഇറ്റ് ജസ്റ്റ് കീപ്സ് ഓൺ ഗോയിങ്. വീട്ടിൽ വളർത്തു നായ ഉണ്ടെങ്കിൽ അത് പേടിച്ചിട്ടാണ് ചെയ്യുക. അല്ലാത്ത പക്ഷം ജസ്റ്റ് ജനറൽ ആയിട്ട് പറയുന്നത് വെറുതെ കുറച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ല. ബിക്കോസ് ദേ ആർ സെൻസിറ്റീവ് ടു ദീസ് തിങ്സ്. അപ്പൊ അവർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ നട്ടലില്ല. ആര് പറഞ്ഞു കേശി നട്ടലുണ്ടല്ലോ? അതല്ല, നമ്മൾ ഇപ്പൊ യോഗയിൽ നട്ടൽ എന്ന് പറയുന്നത് ദാറ്റ് വിച്ച് ഫേസസ് ദ ആകാശ്. മേലോട്ട് ആകാശ തത്വത്തിനെ ഫേസ് ചെയ്യുന്നത് എന്തോ അത് നട്ടല്. കാരണം അങ്ങനെ നിൽക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, മനുഷ്യനാണ്. ജിറാഫ് ഇല്ല കേസ്. ജിറാഫ് ഉണ്ടല്ലോ എന്നൊക്കെ ഇടയ്ക്കൂടെ ചിന്തിക്കാൻ തോന്നും. ഞാൻ പറയുന്നത് സ്ട്രെയിറ്റ്. ഓക്കെ, നമ്മുടെ എക്സാക്ട് സ്ട്രെയിറ്റ് ഒന്നും അല്ല, ബട്ട് കാര്യം പോയിന്റ് മനസ്സിലായില്ലേ? അതന്നെ. ഇനി ഇരുന്ന് നിങ്ങൾ തത്വമൊന്നും വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വല്ല മൃഗം ഉണ്ടാകുന്നു, ചിലപ്പോൾ കിട്ടും. ബട്ട് ദിസ് ഈസ് ദ പോയിന്റ്. സോ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്പൈൻ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് കോൺഷ്യസ്നെസ് ആണ്, പ്രസൻസ് ഓഫ് മൈൻഡ് ആണ്.
ട്രിഗറും അല്ലെങ്കിൽ ഈ നായ ചെയ്യുന്ന സ്വഭാവം അല്ല. വെറുതെ കുറച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നേച്ചർ ഓഫ് എ ഡോഗ് അല്ലേ, ഇറ്റ്സ് നോട്ട് ദ നേച്ചർ ഓഫ് സംബഡി എൽസ്, ഇറ്റ്സ് എ നേച്ചർ ഓഫ് എ ഡോഗ്. അപ്പോ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് പറയേണ്ട ഒരു കാര്യമാണ്. കണ്ടോ കങ്കാരു, അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കുരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാമെന്ന് ഞാൻ കുറച്ചും കൂടെ ഉള്ളതുപോലെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാണ്. നിങ്ങളും നായയെ പോലെ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഫ്രണ്ട് ഓർ റിലേറ്റീവ് ഓർ ഹുവർ, സോറി ടു ടെൽ യു ദാറ്റ് നിങ്ങൾ അതായിട്ടാണ് കമ്പയർ ആവുക. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വിഷമമുണ്ടോ, ട്രിഗർ ഉണ്ടോ, ദേഷ്യമുണ്ടോ? എന്നാലും നന്നാവാൻ വിടാത്ത കേസ് എങ്ങനെയെങ്കിലൊക്കെ ട്രാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഉണ്ടോ? കാരണം ഒന്നും വിചാരിക്കണ്ട, കാരണം ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് നായയാണ്. അവരല്ലേ രാത്രി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ്ലി. അപ്പോ സത്യം പറഞ്ഞ എനിക്ക് മനുഷ്യനെക്കാളും ഇഷ്ടം നായനെയാണ്. കാരണം നായ്ക്കള് മരിക്കണവരെ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ. മനുഷ്യൻ ചതിക്കും, പക്ഷെ നായ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കൊടുത്തോ ഇല്ലയോ എന്ത് പറഞ്ഞാലും നായ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പേപ്പട്ടി അങ്ങനെയല്ല, പേപ്പട്ടികൾ കുറച്ചുകൊണ്ടേയിരിക്കും. ബട്ട് നമ്മുടെ എന്ന് പറയുന്ന നമ്മുടെ വളർത്തു നായ്ക്കളും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഗാർഡ്സ് ആണ് അവര് അല്ലെ. ഏറ്റവും ലോയലാണ്. നമ്മൾ ആരെങ്കിലും നോക്കിയിട്ടൊന്ന് എന്ന് പറഞ്ഞാൽ മതി, അതെല്ലാം കൂടെ കൂട്ടം കൂടി പോയി കടിച്ചു കീറും. ദാറ്റ് മച്ച് ലോയൽ കമ്മിറ്റഡ് ആനിമൽ അതൊന്നേ ഉള്ളൂ, നായയാണ്. അതുകൊണ്ടാണ് എനിക്ക് നായ്ക്കളെ അത്രയ്ക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് കഴിഞ്ഞ പല ലൈവിലും ഈ പപ്പി എന്നുള്ള വേർഡ് ഉപയോഗിക്കണം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്. ബിക്കോസ് യു ക്യാൻ ട്രസ്റ്റ് എ ഡോഗ് ബട്ട് നോട്ട് എ ഹ്യൂമൻ ബീങ്. ആൻഡ് അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾക്ക് മനുഷ്യനെക്കാളും നായ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മൾ സേഫാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നതും അതേ നായിൽ നിന്നായിരിക്കും. തിരിച്ച് നമ്മൾ സ്നേഹിക്കുന്നതും അതേ നായനെ തന്നെയായിരിക്കും. അതാണ് നായ, മനുഷ്യനെക്കാളും മേലെയാണ്. Okay, so this is the theme of solar eclipse. You have to be very careful. ഇനി അടുത്ത 5 ദിവസങ്ങൾ ഏത് വഴിക്ക് വർക്കാവും, ഏത് സൈഡിൽ വർക്കാവും, എങ്ങനെ വർക്കാവും, ഇപ്പൊ അത് കഴിഞ്ഞല്ലോ, മുമ്പത്തെ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എന്ത്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എന്താണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ് ചെയ്തത്, സപ്പോസ് നിങ്ങൾ തോറ്റു വിചാരിക്കുക. തോറ്റു മീൻസ് നിങ്ങൾ അറിയാതെ ട്രിഗർ ചെയ്തു, ഷൗട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞ നായന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങളൊരു പേപ്പട്ടിയെ പോലെ കുറച്ചു എന്ന് വിചാരിക്കൂ. ഈ വരുന്ന 5 ദിവസം നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ചാൻസ് വരും. പക്ഷെ മുൻപത്തെ അത്ര ഇന്റൻസ് ആയിട്ട് ട്രിഗർ ഉണ്ടാവില്ല, കുറച്ചൊരു മിനിമൽ ആയിരിക്കും. അത്ര ഇന്റൻസീവ് ആയിരിക്കില്ല, ഒന്നും ഉണ്ടാവില്ല, അത്ര ഒരു ഇതുണ്ടാവില്ല, ഡ്യൂറേഷനും ഉണ്ടാവില്ല. പക്ഷെ ഒന്നും കൂടെ ചാൻസ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പേപ്പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കാതെ നിങ്ങൾ എന്താണെന്നുള്ളത് അവിടെ കാണിക്കുക. വാട്ട് ആർ യു? വാട്ട് ഇസ് യുവർ ക്വാളിറ്റി? ഹു ആർ യു? നിങ്ങൾക്ക് എത്രത്തോളം മൈൻഡ് അവിടെ ഉണ്ട് അത് പ്രൂവ് ചെയ്യും. ഇത് കണ്ടിന്യൂസ്ലി ചെയ്യണം. കാരണം അഗെയിൻ ഒരു എസെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാൻഡിൽ ട്രിഗേഴ്സ് മീൻസ് യു നീഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. അതിലും കിട്ടില്ല. നിങ്ങളിപ്പോ എല്ലാവരെയും പോലെ ഒരു സാധാരണ ജീവിച്ച് ചത്തുപോകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവർക്കൊന്നും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ ട്രിഗർ, ഇറിറ്റേഷൻ, അനോയൻസ്, ഡിസ്റ്റർബൻസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവർക്കൊന്നും പറ്റില്ല. പക്ഷെ ഒരു സാധകൻ, ഒരു പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ മനുഷ്യനല്ലല്ലോ, റൈറ്റ്? നിങ്ങളൊരു സാധാരണ പേഴ്സൺ അല്ല. നിങ്ങൾ നായ അറ്റൻഡ് ചെയ്യുന്ന പോലെ അല്ല ട്രിഗേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത്, കുരയ്ക്കലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, യു ഷുഡ് അറ്റൻഡ് ഇറ്റ് പ്രോപ്പർലി. അത് പറഞ്ഞപ്പോഴാണ് പിന്നെയും വേറൊരു സ്റ്റോറി ഓർമ്മ വന്നത്. ഞാൻ ആ സ്റ്റോറി പറയട്ടെ, കുഴപ്പമുണ്ടോ? എല്ലാ ലൈവിലും സ്റ്റോറി പറഞ്ഞാൽ തൃപ്തിയുള്ളൂ. എപ്പോഴും സീരിയസ് ടോപ്പിക് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട്, ഒരു ഇതില്ല, ത്രില്ല് കിട്ടുന്നില്ല. ക്യാൻ ഐ ടെൽ യു എ സ്റ്റോറി? അറിയുന്ന സ്റ്റോറി തന്നെ എന്നാലും.
ആ നമുക്ക് സ്റ്റോറിക്കാണല്ലോ ഒരുപാട് ഫാൻസ് ഉള്ളത്. ഓക്കെ, സ്റ്റോറി ഒരു പഞ്ചതന്ത്ര കഥയാണ് കേട്ടോ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പണ്ട് ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. കുറുക്കന് നല്ല വിശപ്പാണ്. മീൻസ് ആളൊരു വില്ലേജിന്റെ അടുത്താണ് ഇരിക്കുന്നത്. എല്ലാവരെയും പോലെ മറ്റു കുറുക്കന്മാരെ പോലെ കാട്ടിലിറങ്ങി ഹണ്ട് ചെയ്ത് അതിന്റെ ഭക്ഷണം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുറുക്കന് പറ്റില്ല. കാരണം ഈ കുറുക്കന് കുറച്ചൊരു എന്താ പറയാ ഒരു മൂവ്മെന്റ് ചെയ്യാനൊക്കെ നല്ല മടിയാണ്. അനങ്ങാനും ഇരിക്കാനും അതിന് വയ്യ. പോരാത്തതിന് അതിന് ഭക്ഷണമൊന്നും കിട്ടാതെ മെലിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും വിചാരിച്ചാൽ ഹണ്ട് ചെയ്ത് പിടിക്കാവുന്ന കാര്യമുള്ളൂ. ഇവിടെ അത് ചെയ്യില്ല. ഇതൊരു ഗ്രാമത്തിന്റെ അടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ദിവസം കുറുക്കനല്ലേ, കുറുക്കൻ എപ്പോഴും കള്ളത്തരത്തിനും ഒരു കണ്ണിങ് മൈൻഡിന് അവരെപ്പോഴും ഫ്രണ്ടിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പലരെയും കുറുക്കന്റെ ബുദ്ധിയാണ് നമ്മൾ കള്ളന്മാരനെയും പിടിച്ചുപറിക്കാരനെയും ഈ പോക്കറ്റടിക്കാരനെയൊക്കെ നമ്മൾ അങ്ങനെ കുറുക്കൻ എന്നുള്ള ഐഡന്റിറ്റി കൊടുക്കാനുള്ള റീസൺ അതാണ്. ഈ പഞ്ചതന്ത്ര കഥയെന്നാണ് കേട്ടോ അത് വന്നത് തന്നെ, അത് വേറെ കാര്യം. സോ അപ്പൊ ഒരു ദിവസം അതിന് ഒരു മലന്റെ മുകളിൽ ഇരുന്നിട്ട് എന്താ ചെയ്യാണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരുപാട് കോഴികൾ ആ വില്ലേജസിലെ അവിടുത്തെ ഗ്രാമീണരെ വളർത്തുന്നുണ്ട് എന്ന് അതിന് ഒരു നോട്ടീസിൽ പെട്ടത്. അത് അവിടെ കുറച്ച് ജീവിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ആ വില്ലേജിലെ എല്ലാവരും ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാവരും ദേ ഡിപ്പെൻഡ് ഓൺ പൗൾട്രി. അവർ കോഴി വളർത്തുന്നുണ്ട്, അവര് ഈ ഷീപ്പ് ഉണ്ടല്ലോ അത് വളർത്തുന്നുണ്ട്, അങ്ങനെ പല പല മൃഗങ്ങളെ അവർ വളർത്തുന്നുണ്ട്. അതാണ് അവരുടെ ഒരു ജീവിതത്തിന്റെ രീതി. അത് ആൾക്ക് മനസ്സിലായി. ഇതിൽ ആൾക്ക് ഷീപ്പൊന്നും വേണ്ട, പക്ഷെ കോഴി അതുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ വയറ് നിറയും. അപ്പൊ അതിനൊരു ബുദ്ധി തോന്നി. അവിടെയുള്ള ഏതെങ്കിലും ഒരു ചെമ്മരിയാടിന്റെ ഒരു തൊലി എടുത്തിട്ട് പൊതിയ, കുറുക്കനാണ്, അതങ്ങോട്ട് പൊതിയ, എന്നിട്ട് ഇവരുടെ കൂടെ അങ്ങോട്ട് മിങ്കിളാവുക. ആരും നോട്ടീസ് ചെയ്യാൻ പോകണില്ല. ബിക്കോസ് ആ ഫുൾ വില്ലേജ് ചെമ്മരിയാടുകളാണ്. അതിന്റെ ഒരു തൊലി എടുത്തിട്ട് കുറുക്കൻ വന്നിരുന്നതൊന്നും ആരും നോട്ടീസ് ചെയ്യാൻ പോണില്ല. ഓക്കെ, ആ തോലങ്ങോട്ട് എടുത്തിട്ട് അതങ്ങോട്ട് പോയി. ആൻഡ് ഇന്റലിജന്റ്ലി ലെറ്റ്സ് സേ കണ്ണിങ്ലി അവിടെയുള്ള ആരും നോട്ടീസ് ചെയ്തില്ല. അവിടെയുള്ള കൂട്ടത്തിലെ ഒരു ചെമ്മരിയാട്, ആടെന്ന് പറയാം, ഒരു ആടാണ് അതിന്റെ കൂട്ടത്തിലുള്ളതെന്ന് എല്ലാവരും വിശ്വസിച്ചു. അപ്പൊ അതിനെന്താ ചോദിച്ചാൽ വൈകുന്നേര സമയം. ഓക്കെ, ഒരു വൈകുന്നേര സമയങ്ങളിൽ മാത്രം ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് കുറുക്കൻ പോകും. ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷെ ഇങ്ങനെ കോസ്റ്റ്യൂം ഇട്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ആളവിടെ പോയി നിൽക്കും. എന്നിട്ട് എല്ലാവരും കൂട്ടിലടയ്ക്കും. എല്ലാ ആടുകളെയും ഈ കോഴികളൊക്കെ അടുത്തടുത്താണ് അടയ്ക്കുക. അപ്പൊ അത് അടയ്ക്കും. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്ന് കണ്ട ഈ തൊലിയോടത് പോയിട്ട് ഒരു ബ്രോയിലർ ചിക്കനെ തന്നെ പിടിച്ച് തിന്നും. ഒരൊറ്റ ആള് സംശയിക്കില്ല. കണ്ണിങ് അല്ലേ, ഒന്നും ചെയ്യണ്ട, ഒരു പണിയെടുക്കണ്ട, ഡെയിലി കോഴി കിട്ടും. തൊട്ടടുത്ത് തന്നെയുണ്ട് ഇരകളായിട്ട് കോഴികൾ അവിടെ ഉണ്ട്, അത് തിന്നോളും. ആൻഡ് ഇറ്റ് വാസ് എ ട്രിക്ക്. ഇത് കണ്ടിന്യൂസ്ലി അത് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അതിന് നല്ല കോൺഫിഡൻസ് ആയി. ആ കുറുക്കൻ നല്ല മെലിഞ്ഞു തൂങ്ങിയ ആള് നല്ല തടിയൊക്കെ വന്ന് നല്ല മസലോടെ നല്ല കൊഴുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ്യൂം ഇട്ട പിന്നെയും ഒരു ഇതുണ്ടാവും, ഒരു എന്താ പറയാ, ഒരു മെലിഞ്ഞ ആടിന് പകരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പൊ എന്തായി, ആൾക്ക് പിന്നെയും പ്രൊമോഷൻ കിട്ടും, സംശയം നന്നായിട്ട് കുറഞ്ഞു വരും. ഓക്കെ, ആ വഴിക്ക് ഇതങ്ങോട്ട് കൊടുത്തു. ഇതിങ്ങനെ ഉള്ളിപ്പോയി പോയിക്കൊണ്ടേയിരുന്നു. ഒരു സമയം നമ്മൾ പറയില്ലേ, എത്ര വലിയ കണ്ണിങ് ആണെങ്കിലും ഇഫ് യുവർ ബ്രെയിൻ ഈസ് നോട്ട് കമ്മിങ് ഫ്രം ഇന്റലിജൻസ്, ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം കണ്ണിങ്നെസ്, നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിൽ നിന്നല്ല, പക്ഷെ അതൊരു വെറും ക്രൂഡ് കണ്ണിങ്നെസ് എന്നാണ് അത് വരുന്നതെന്നുണ്ടെങ്കിൽ പെട്ടു. ഒരു ദിവസം ഇത് കോഴിനെ തിന്നാൻ വേണ്ടി വന്നപ്പോ ഫുൾ മൂൺ കണ്ടു. നിങ്ങൾ കണ്ടിട്ടില്ലേ അത്? നിങ്ങൾ വായിച്ചിട്ടുണ്ട് പഞ്ചതന്ത്രം? ഉണ്ടാവും, കാർട്ടൂണായിട്ട് യൂട്യൂബിൽ വരെ ഉണ്ട്, എന്തായാലും ഉണ്ടാവും. കുട്ടിക്കാലത്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. കേട്ടില്ലെങ്കിൽ നിങ്ങൾ മലയാളിയല്ല. ഓക്കെ, സ്റ്റോറി ഉണ്ട്. അപ്പോ ഇതില് ആളൊരു ദിവസം ഇങ്ങനെ വരുമ്പോ അത് ഫുൾ മൂൺ കണ്ടു. തിളങ്ങി നിൽക്കുന്ന, നല്ല ജ്വലിച്ച് നിൽക്കുന്ന, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള എന്താ നമ്മൾ പറയാ, എല്ലാ ലോകങ്ങളും വാഴ്ത്തുന്ന ചന്ദ്രനെ കണ്ടു. അത് കണ്ടപാടെ ആളുടെ കയ്യിന്ന് പോയി അതൊരു ഓലയും കിട്ടും അല്ലെ, അതൊരു ഓളി കിട്ടും.
കുറുക്കൻ ചന്ദ്രനെ കണ്ട ഓളിയിടും. കാരണം കുറുക്കൻ ഒരു അസൂയ. എന്നെക്കാളും വലുതാ നീ എന്ന് പറഞ്ഞിട്ട് ഒരു ഓളിയിടൽ അങ്ങ് ഇട്ടു. അത് കേട്ടതോടെ നാട്ടുകാർ ഡോറ് തുറന്ന് വന്ന് ചെമ്മരിയാടിന്റെ കോസ്റ്റ്യൂമിൽ കിടക്കുന്ന ഫോക്സിനെ തല്ലി അടിച്ചങ്ങോട്ട് കൊണ്ടു. വിത്തിൻ സെക്കൻഡ് ജസ്റ്റ് കിൽഡ് ഇറ്റ്. ഫുൾ മൂൺ ചതിച്ച ചതിയേ അല്ലേ? ഇത് പഞ്ചതന്ത്രത്തിന്റെ കഥയാണ്. ഓക്കെ, സോ യു ഷുഡ് ബി കെയർഫുൾ. കാരണം സോളാർ എക്ലിപ്സ് അങ്ങനത്തെ ഒരു തീമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത്. സൂക്ഷിക്കണം. നിങ്ങൾ ഇന്റലിജന്റ് ആയിട്ട് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന, അത് ആരും ആയിക്കോട്ടെ, വെദർ ഇറ്റ് ബി യുവർ ഫാദർ ഓർ മദർ ഓർ റിലേറ്റീവ് ഓർ ഫ്രണ്ട് ഓർ യുവർ വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങൾ അവരോട് എന്തോ ദേഷ്യത്തിൽ അല്ലെങ്കിൽ എന്റെ പോയിന്റ് പ്രൂവ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് മറന്ന് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ബിക്കോസ് എക്ലിപ്സ് നിങ്ങളെ തല്ലും. ഈ ഫാർമേഴ്സ് എങ്ങനെയാണോ ചെയ്ത് അതുപോലെ നിങ്ങളുടെ തലയ്ക്ക് തന്നെ അടിക്കും. എക്ലിപ്സ് ഡേഞ്ചറസ് ആണ്, സൂക്ഷിക്കണം. ഇത് വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റോറി. ഇത് കൺവേ ചെയ്യാനുള്ള ഈ ട്രിഗേഴ്സിനെ കുറിച്ച് കൺവേ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്റ്റോറിയാണിത്. എന്ത് ട്രിഗർ വന്നാലും നിങ്ങൾ ഇതാണ് ആലോചിക്കേണ്ടത്. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങളും നിങ്ങളുടെ മനസ്സും ബിഹേവ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളെന്തോ ഞാൻ ട്രിഗറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ച ഒരു വലിയ ആളായി, എന്നെ ഒന്നും ഏൽക്കില്ല, ഞാൻ സ്വയംഭൂ കംപ്ലീറ്റ് ചെയ്ത ആളാണ്, ഞാൻ യോഗ ചെയ്ത ആളാണ്, ഞാൻ ധ്യാനിക്കുന്ന ആളാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നോ, സിറ്റുവേഷൻ വരുമ്പോഴാണ് അറിയുക നിങ്ങളും കുറുക്കൻ തന്നെയാണ്. അല്ലെ? നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ കിടക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ മതി. അധ്വാനിച്ചുണ്ടാക്കുന്ന മനസ്സിന്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് ആവശ്യമില്ല. ദാറ്റ്സ് എ ഹോൾ പ്രോബ്ലം. സോ ഡോണ്ട് ബി എ ഗോഡ് ഡാം ഫോക്സ്. കാരണം ഫുൾ മൂൺ അത് നിങ്ങൾ പെടുത്തും. ഫുൾ മൂൺ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അതവിടെ വെറുതെ വന്ന് തിളങ്ങി. ഫോക്സ് അങ്ങോട്ട് ഓടിയിട്ടു, നാട്ടുകാർ വന്ന് തല്ലിക്കൊന്നു. ഫുൾ മൂണിന്റെ ഒക്കെ ഒരു റീച്ച് അല്ലേ? സൂക്ഷിക്കണം. അതേപോലെയാണ് ഈ എക്ലിപ്സ്. അതൊന്നും ചെയ്യില്ല. അതവിടെ മേലെ എന്താ പറയാ, എവിടെയോ സൂര്യൻ എന്ന് പറഞ്ഞാൽ എവിടെയാ, എവിടെയോ കിടക്കുന്ന സാധനമാണ്. നിങ്ങളുടെ ജീവിതത്തെ തലകീഴായി മാറ്റുന്ന ആ സാധനത്തിന് പറ്റും. സോളാർ എക്ലിപ്സ് അതൊന്നും ചെയ്യില്ല. അതവിടെ വെറുതെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡാൻസ് വെച്ച് നിങ്ങളൊരു പപ്പറ്റ് പോലെ കളിച്ചാൽ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വൈസ്. ഇപ്പൊ ഇവിടെയൊക്കെ നല്ല ഇന്റൻസ് ആയിട്ട് ട്രിഗറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് ഓപ്പൺ ആയിട്ട് തന്നെ അവരോട് പറയുന്ന കാര്യമാണ്. ഒരു കുറുക്കനാവണ്ട, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു പേപ്പട്ടി ആവണ്ട, വളർത്തുനായ അയക്കോ, അതിന് സ്നേഹവും വിശ്വാസവും ഉണ്ടാവും. പേപ്പട്ടി ആവണ്ട, കുരയ്ക്കാനേ സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ നിലാവ് തിളങ്ങിക്കൊണ്ടേയിരിക്കും. ദാറ്റ്സ് എ പ്രോബ്ലം. ഇതാണ് നമ്മൾ അങ്ങനെ ഒരു കഥയുണ്ട്, നിലാവ് നായ ഉണ്ട് തോന്നുന്നു. നായ്ക്കൾ കുറച്ചുകൊണ്ടേയിരിക്കും, നിലാവ് കത്തിക്കൊണ്ടേയിരിക്കും. നിലാവിന് ഇറ്റ്സ് ഈവൻ നോട്ട് ഈവൻ ഓൺ ദ പ്ലാനറ്റ് എർത്ത്, അത് എവിടെയോ കിടക്കുന്നു. മേലേക്ക് നോക്കിയിട്ട് ഈവൻ നമ്മൾ കുരയ്ക്കണമെങ്കിൽ പോലും, ഓടിയിടണമെങ്കിൽ പോലും തല പൊക്കിയിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഈക്വലും അല്ല താഴെയോ അല്ല, തല പൊക്കിയിട്ട് വേണം ഓടിയിടാൻ. അവിടെ എടുക്കണു നിലാവ്. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് സോളാർ എക്ലിപ്സ്. മൂണിനെ പോലെയാണ്, തല ഉയർത്തി നിങ്ങൾ നോക്കണം അതിനെ. ഈക്വൽ എന്നൊന്നും വിചാരിക്കണ്ട, കീറി അവിടെ ഇടും. ഓക്കെ, സോ പ്ലീസ് ഹാവ് ദ പ്രസൻസ് ഓഫ് മൈൻഡ്, ഹാവ് ദ ക്ലാരിറ്റി ഓഫ് മൈൻഡ്. ഒരു കാരണവശാലും നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടരുത്. എന്തോ ആയിക്കോട്ടെ, ആഫ്റ്റർ ഓൾ ഇത് വെറും ട്രിഗറാണ്. നിങ്ങളുടെ ഈഗോന്നിട്ട് ഒരു കളി. എന്നാലും ആളെന്നെ എങ്ങനെ പറഞ്ഞില്ലേ, അതെന്റെ അത്രയും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അതെന്റെ അച്ഛനല്ലേ, എൻ്റെ അമ്മയല്ലേ, റിലേറ്റീവ് അല്ലേ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്ന എക്സ്ക്യൂസ്. ഓക്കെ, നോ, ഡോണ്ട് ഗോ വിത്ത് ഇറ്റ്. അത് എത്ര ക്ലോസ് ആണെങ്കിലും അവരുടെ സ്ട്രിങ്ങിൽ നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ ഈ വരുന്ന 5 ദിവസം ഈ സ്റ്റോറി ഓർക്കുക. ദയവ് ചെയ്ത് കോഴിനെ പിടിക്കാൻ പോണ്ട. എപ്പോഴാണ് ആ ഫുൾ മൂൺ പുറത്തു വരാൻ ദൈവത്തിനറിയാം. സൂക്ഷിക്കണം. ഓക്കെ, അപ്പോ അങ്ങനെ ചെറിയ ഷോർട്ട് കട്ടിനോ കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കരുത്. അധ്വാനിക്കുക, മനസ്സുപയോഗിക്കുക, നന്നായിട്ട് ആ ഒരു മെന്റൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ആണ് ഇതൊക്കെ. ഫുൾ മൂൺ എന്താണ് 1-2 ദിവസം ഉണ്ടാവുള്ളൂ. എക്ലിപ്സ് എന്താണ് 10 days ഉണ്ടാവും. ഒരു റീച്ച് വേണമെങ്കിൽ 6 മാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ,
So don't tolerate, at the same time don't be a puppet of anything, whether it be a full moon or a new moon or a solar eclipse or a lunar eclipse, whatever the hell. Okay, 1 minute. കേൾക്കണ്ടോ? ഓക്കെ, ഇനി ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് മെയിൻ തീം. ട്രിഗേഴ്സ് ശ്രദ്ധിക്കുക, എടുത്തു ചാടാതിരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ അനാവശ്യമായ ഫ്രിക്ഷൻ ഉണ്ടാക്കാതിരിക്കുക. വെരി സിമ്പിൾ. ആ സ്റ്റോറി ഇങ്ങോട്ട് ഓർക്കുക, ഇപ്പോൾ എന്ത് വന്നാലും ആ സ്റ്റോറി ഓർക്കുക. ഇനിയിപ്പോ അടുത്തത്, ഇപ്പൊ ഇനി നമ്മളുടെ ഒരു ചാനലിന്റെ ആസ്പെക്റ്റിൽ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ എക്ലിപ്സിന്റെ സറൗണ്ടിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും വലുതാട്ടോ, മുടങ്ങാതെ തേങ്ങ ഓടിക്കുന്ന പോലെ അത് വന്നുകൊണ്ടേയിരിക്കും. ഈവൻ പേഴ്സണൽ ലൈഫ്, ഈവൻ ബിഫോർ ഐ തിങ്ക് മേ ബി ഫ്രം 7th or 8th സ്റ്റാൻഡേർഡ്, അവിടെ മുതൽ കാണുന്ന സംഭവം എക്ലിപ്സിലൊക്കെ എപ്പോഴും ഇറ്റ് ജസ്റ്റ് കണ്ടിന്യൂസ്ലി കംസ് ആൻഡ് കംസ് ആൻഡ് കംസ്, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് അതൊന്നും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യാനോ അതൊന്നും എനിക്ക് അറിയില്ല. അതിപ്പോൾ ആർക്കായാലും ആ ചെറിയ ഏജിൽ പറ്റില്ല. ബട്ട് പോകെ പോകെ ഓട്ടോമാറ്റിക്കലി പഠിച്ചു. കാരണം ഒരു നമ്മുടെ മൈൻഡ് രജിസ്റ്റർ ആവും. കണ്ടിന്യൂസ്ലി 5 to 6 years or let's say almost 10 years കണ്ടിന്യൂസ്ലി ഈ എക്ലിപ്സ് വെച്ച് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു ടൈമിൽ തന്നെ ഇന്ന സ്വഭാവമുള്ള ചലഞ്ചസ് വരും എന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൽ രജിസ്റ്റർ ആവും. പിന്നെ വെനെവർ എക്ലിപ്സ് കംസ് വിൽ ബി റെഡി. ഇവിടെയൊക്കെ എക്ലിപ്സ് ഇപ്പോൾ ഈ മാസം എക്ലിപ്സ് ഉണ്ടെന്ന് കണ്ടാൽ ഞങ്ങൾ 1ാം തീയതി മുതൽ റെഡി ആയിരിക്കും. വി ആർ റെഡി ടു ഫേസ് എനിത്തിങ് എന്നുള്ള പോലെയാണ് അവിടെ നിൽക്കുക.
ആൻഡ് ഈ ഫേസ് എനിത്തിങ്ങിൽ യൂഷ്വലി ആണെങ്കിലും വി ഓൾവേസ് അറ്റൻഡ് മെച്ചോർഡ് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും പറയില്ലേ, നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു നിലയും വിലയും സ്ഥാനവും ഉണ്ട്, അവിടെ നിന്നിട്ടാണ് നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി സ്വയംഭൂ കംപ്ലീറ്റ് ചെയ്തവരോട് ഞാൻ പറയും, നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, യു ഹാവ് എ സർട്ടൺ സെൽഫ് വാല്യൂ. അത് കളഞ്ഞിട്ടൊന്നും എവിടെയും പോയിട്ട് റിയാക്ട് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും നിൽക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്വയംഭൂലുള്ളവർ പറയും. കാരണം യു ആർ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. സ്വയംഭൂ അത്രയും സത്യസന്ധമായി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ യു ആർ എക്സ്പെൻസീവ്. ഡോണ്ട് ഗോ ഇൻ ടു ലോക്കൽ പ്ലേസസ് ആൻഡ് റൂയിൻ യുവർ തിങ്. ഈ ഗോൾഡ് ഒക്കെ, സ്വർണ്ണമല്ലേ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇതൊക്കെ ഈ പെട്ടിക്കടയിൽ ഈ നമ്മൾ തേൻ മുട്ടായി നാരങ്ങ മുട്ടായി എന്ന് പറയുന്ന അവിടെ നിങ്ങൾ വിൽക്കാൻ പറ്റുമോ? ഇല്ല. അത് മിക്ക സമയത്ത് ആൾക്കാർ മറന്നു പോവാണ്. ഓക്കെ, ആ പേഴ്സൺ ട്രിഗർ ചെയ്തു, ഈ പേഴ്സൺ ട്രിഗർ ചെയ്തു. ആ പേഴ്സൺ ഈ പേഴ്സൺ എന്നുള്ളതല്ല, നിങ്ങൾ ആരാണ്. ഓക്കെ, ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആ സാധനം വേണം. സ്വന്തം എസ്റ്റീം മറന്നിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഏത് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ യു ഷുഡൻ ബി. നിങ്ങൾ ആരാണെന്ന് കൃത്യമായ ബോധ്യം വേണം. ദാറ്റ് യു ഹാവ് ദാറ്റ് മച്ച് energies within you, that you are dedicated sadhaka or sadhakan, or you are focused on a certain direction. ഓട്ടോമാറ്റിക്കലി ലൈഫ് നിങ്ങളിൽ നിന്നും വലിയ വലിയ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുക. പക്വതയാർന്ന മെച്യൂരിറ്റി ഉള്ള തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുക ഓട്ടോമാറ്റിക്കലി. ഒരിക്കലും നിങ്ങളൊരു 10 വർഷം എങ്ങനെ റിയാക്ട് ചെയ്തു കാര്യങ്ങളോട്, അങ്ങനെയല്ല. ഈ ഒരു സാധകൻ പ്രോപ്പർ യോഗ പാത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അല്ല നേച്ചർ എക്സ്പെക്ട് ചെയ്യുക. ഞാൻ അന്ന് ഇങ്ങനെ ആയി, എനിക്ക് പ്രശ്നമില്ലല്ലോ, ഇപ്പം എന്താ എനിക്ക് പ്രശ്നം വരുന്നത്, ഞാൻ അങ്ങനത്തെ മെസ്സേജ് കാണാറുണ്ട്. അന്നും ഇന്നും എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണേ? അന്നത്തെ കാളും കംഫേർട്ടും സന്തോഷങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദെൻ യു ഹാവ് നോ റൈറ്റ് ടു കംപ്ലൈൻ ഓൾസോ. അന്നും ഇന്നും ഒരേ നിലയിലാണെങ്കിൽ പിന്നെയും പറയാം. പക്ഷെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ചെയ്യുന്ന റീചാർജ് എമൗണ്ടെങ്കിലും കൂടിയിട്ടില്ലേ. ആദ്യം 1 മാസം 1 GB ആണെങ്കിൽ ഒരു ദിവസം 1 GB ആയി, ദെൻ 1.5 GB ആയി. പലർക്കും 1.5 GB പറ്റണില്ല, 2 GB ആയി, ഇപ്പൊ 3 GB ആയി. പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതും ഒരു ഇൻക്രിമെന്റ് തന്നെയാണ്. സോ കംഫർട്ട് ഈസ് ഇൻക്രീസിങ് ബട്ട് യു ആർ നോട്ട് പ്രോഗ്രസിങ് ആൻഡ് ഡെവലപ്പിംഗ് മീൻസ് ശരിയല്ല. അപ്പോ ഇപ്പോ നല്ല ഞാൻ പറയുന്നത്, എക്ലിപ്സ് എന്നുള്ള ടോപ്പിക് കിട്ടിയതുകൊണ്ട് ഒരു ആഴത്തിൽ പറയുന്നത് മാത്രം. എക്ലിപ്സിന്റെ തീം എന്ന് പറഞ്ഞ ഒരു കുറച്ച് ദിവസം ഓർത്ത് വെക്കാനും ട്രിഗറുകൾ അവസാനിച്ചാൽ മറക്കാനുള്ള ഒരു കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത്. ജീവിതകാലം മുഴുവനും ചെയ്ത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ഇപ്പൊ ഇവിടെ പേഴ്സണലി ഇപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ പോലും വി ആർ ഹാവിങ് ട്രബിൾസ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ വന്ന ഓൾ കൈൻഡ്സ് ഓഫ്, നമ്മൾ പറയില്ലേ, സം കൈൻഡ് ഓഫ് അനോയിൻസ്. ഇപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഈ നായിന്റെ കുരകള് കുറവൊന്നുമല്ല, പല ടൈപ്പ് ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഇതിപ്പോ തന്നെ ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇന്നൊരു നായ കുരച്ചു, എന്താണ്, ടെലഗ്രാമിൽ പ്രശ്നമായി. ഞാനതിപ്പോ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസ് ആണ് ലാർജ്ലി ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിപ്പോ ടെലഗ്രാം, അതൊരു നായിന്റെ ഷൗട്ടിങ് ആയില്ലേ, അങ്ങനെ ഞാൻ സ്റ്റോറി ആയിട്ട് പറയാം കേട്ടോ. അതൊരു നായിന്റെ കുറച്ചിലായില്ലേ. അതിനു മുൻപ് വേറെ എഡിറ്റിംഗിൽ ഒരു പ്രശ്നം വന്നു. ഞങ്ങളുടെ എഡിറ്റിംഗ് ടീമിൽ വെച്ചിട്ട് അവിടെ സോഫ്റ്റ്വെയർ ഒരു ക്രാഷ് ആയി. ഏത് വഴിക്ക് ക്രാഷ് ആയി ദൈവത്തിന് അറിയാം. അടുത്ത ടെക്നിക്കൽ തലവേദന, അതൊരു നായിന്റെ കുരയായോ. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയാൽ ഞങ്ങൾക്ക് വേറൊരു സംഭവങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ പ്രൊജക്റ്റിൽ വർക്കിംഗ് ഉണ്ട്, അവിടെയും ടെക്നിക്കൽ ഇഷ്യൂ. അടിച്ചു പോയി എന്നൊക്കെ, സർക്യൂട്ട് അടിച്ച് പുകഞ്ഞു പോയി എന്നൊക്കെയാ പറയുന്നത്. എന്താണിത്? അതാ ഞാൻ പറഞ്ഞ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വരിക. ഇന്ന് രാവിലെ മെല്ലെ തുടങ്ങിയിട്ട് ഓക്കെ ടെലഗ്രാമിൽ എന്താണ് നമുക്ക് നോക്കാം, വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ തുറന്നാ അത് ക്രാഷായി. എത്ര പ്രാവശ്യം തിരിച്ചു വരണമെന്നറിയോ? നിങ്ങൾക്കൊക്കെ വരും, നോക്കിയോ, കാത്തിരുന്നോ? ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും വരും. അത് ലോഗിൻ ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക. നമ്മൾ ലോഗിൻ ചെയ്യുന്നു, ലോഗൗട്ട് ആവുന്നു, ലോഗിൻ ആവുന്നു, ലോഗൗട്ട് ആവുന്നു, ലോഗിൻ ആവുന്നു, ലോഗൗട്ട് ആവുന്നു, ഓട്ടോമാറ്റിക്കലി. എത്ര പ്രാവശ്യം? ഇത് പിന്നെ ടെലഗ്രാം സപ്പോർട്ടിന് അവരെ കോണ്ടാക്ട് ചെയ്തു, അവരൊന്നും റിപ്ലൈ തരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അനക്കവും അതങ്ങ് പോയി. ഇപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ മുഴുവൻ ബിസിനസ്സും ടെലഗ്രാമിലാണ്. അയ്യോ, കേസിന്റെ ബിസിനസ് തകർന്നോ? അങ്ങനെയല്ലല്ലോ വർക്കാവുക. ഒന്ന് ഉണ്ടാക്കാൻ അറിയെങ്കിൽ നമ്മൾ പറയില്ലേ, ഒരു ദ റൈറ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ ഇന്ന്
അല്ലെങ്കിൽ അടുത്ത സുപ്രഭാതം ദൈവം പറയാണ് സ്റ്റാർട്ട് ഫ്രം സീറോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങും. അതാണ് ലീഡർ. മോട്ടിവേഷൻ സോങ് വെച്ചിട്ടല്ല, അവിടെ നിന്ന് തുടങ്ങും. വിത്തിൻ ഫ്യൂ ഡേയ്സ് പോയത് മുഴുവൻ 3 ഇരട്ടിയായി തിരിച്ചു പിടിക്കും. അതാണ് ലീഡർ. അതാണ് റിയൽ ബിസിനസ് ടൈപ്പ്. അതിനാണ് നമ്മൾ ബിസിനസ് മാൻ എന്ന് നമ്മൾ അഭിമാനത്തോടെ വിളിക്കുക. അല്ലാതെ പെട്ടിക്കട വെച്ചവനും അവനൊന്നും നമ്മൾ ബിസിനസ് മാനെ വിളിക്കാറില്ലല്ലോ. പെട്ടിക്കട വിൽക്കണവൻ. പിന്നെ നിങ്ങൾ ഈ ഇടയ്ക്ക് കേട്ടില്ല MLM മാർക്കറ്റിംഗ്? നിങ്ങളൊക്കെ പെട്ടിട്ടുണ്ടാവും. MLM മാർക്കറ്റിംഗ് എന്താണ്? വാട്ട് ഇസ് ദാറ്റ്? മൾട്ടി നെറ്റ്വർക്കോ എന്തോ സാധനമില്ലേ? എന്തോന്നുണ്ട്. MLM മാർക്കറ്റിംഗ്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അതിന്റെ പിന്നാലെ ആൾക്കാർ ഓടിയിട്ടുണ്ട്. അത് ബിസിനസ് അല്ല, നമ്മളതിനെ സ്കാം എന്നാ പറയാ. അത് പിന്നെ കേസായി അറിയാലോ. സെൻട്രൽ ഗവൺമെന്റ് വരെ അതിന് ഇഷ്യൂ ആക്കുന്ന ഒരു ലെവൽ വരെ എത്തി. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതാണ് സാധനം. കേരളത്തിൽ ഇപ്പോഴുണ്ടോ നമുക്കറിയില്ല. ബട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ഒരു റേഞ്ചിൽ പോയിട്ട് തന്നെ അതിന് ഒരു നല്ല പ്രശ്നമായിട്ടുണ്ട് അതൊക്കെ. പക്ഷെ അതിൽ പെടാത്ത ആൾക്കാർ കുറവാണ്. എത്രയോ പേര് നിങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവും, നല്ല പ്രസംഗം തന്നിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ അങ്ങനെ പൈസ കിട്ടും, ഇത്ര മാസത്തിൽ അത്ര വരും, ഇങ്ങനെ വരും. നിങ്ങൾ ആ വാക്കും കേട്ട് പോയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടാവും. ചിലർക്ക് ലക്ഷക്കണക്കിനാണ് പോയിരിക്കുന്നത് പൈസ വരാന്ന് പറഞ്ഞിട്ട്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കാം. ഇത് നടത്തുന്ന മേലെ ഇരിക്കുന്ന ആൾക്കാർ മാത്രം പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്ന സാധാരണ ആൾക്കാരുടെ പൈസ പോവുകയും ചെയ്തു. ഇത് ബിസിനസ് അല്ല, ഇത് സ്കാം. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് റിയൽ ബിസിനസ്. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഇങ്ങനെ ഓരോന്ന് വന്നപ്പോൾ, ഇന്ന് ടെലഗ്രാമിന്റെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പലതവണ ശ്രമിച്ചു, പല റൂട്ടിലൂടെ ശ്രമിച്ചു, ഒന്നും നടക്കുന്നില്ല. അപ്പൊ എന്റെ കൂടെയുള്ളവർ പറഞ്ഞു PC ടെലഗ്രാം കയ്യിൽ നിന്ന് പോയി. then ഇമെയിൽ വെച്ച് ഞങ്ങൾ റിവേഴ്സ് ചെയ്യാൻ നോക്കി, അതും പോയി. ഇമെയിൽ തന്നെ ടെർമിനേറ്റ് ആയി. ഓക്കെ, അതായത് ഇനി ഇമ്പോസിബിൾ ആണ് തിരിച്ചു കയറുക എന്ന് പറഞ്ഞ. കേശി പോയി, നമ്മൾ ഇനി എന്ത് ചെയ്യും പറഞ്ഞു. വെയിറ്റ് വൈ ആർ യു ഷൗട്ടിങ്, കാം ഡൗൺ എന്ന് പറഞ്ഞു. കാരണം മുഴുവൻ ഡാറ്റാസ് എൻ്റെ ഉണ്ട്. മീൻസ് എന്താണ് ടെലഗ്രാമിൽ നടക്കുന്നത് അതിന്റെ ഫുൾ ഡാറ്റാസ് ഇവിടെ ഉണ്ടാവും. ടെലഗ്രാം കയ്യിലില്ലെങ്കിലും അതിൽ നടക്കുന്ന എല്ലാ ഡാറ്റാസ് ഇവിടെ സൈഡിലുണ്ട്. അപ്പൊ അത് നോക്കിയപ്പോ സ്വയംഭൂ കഴിഞ്ഞ ദിവസത്തെ എല്ലാ ബാച്ചും കംപ്ലീറ്റ് ആയി. ഈ ബാച്ചിന്റെ ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. കോഴ്സ് ചോദിച്ച് എനിക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവർക്കും കോഴ്സ് അയച്ചു. ബില്ലിംഗ് കംപ്ലീറ്റ് ആയി. അതൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയി. ഈ ടെലഗ്രാം ടെർമിനേറ്റ് ആയതും എൻ്റെ ജോലികൾ കംപ്ലീറ്റ് ആയതും സെയിം ടൈമിലാണ്. കണ്ടോ, ഇതാണ് ഗ്രേസ് എന്ന് പറയുന്നത്. ഇതാണ് കൃപ. ഇതാണ് പ്രകൃതി നമ്മുടെ കൂടെ ഉണ്ട് പറയുന്നത്. അല്ലാതെ നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോൾ കുണ്ടലിനി അവയ്ക്കുണ്ട്, അതല്ല പ്രകൃതി. ദിസ് ഈസ് നേച്ചർ. ഇതിനെയാണ് കൃപ, ഗ്രേസ് എന്ന് പറയാ. ദാറ്റ് ടുഡേ മോർണിംഗ് എവറിത്തിങ് എല്ലാം നിങ്ങളുടെ നിന്ന് എടുത്തു. ഒന്നും ചെയ്യില്ല, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തു, ഒരു പ്രശ്നവുമില്ല ആക്ച്വലി. അവിടെ എല്ലാം ക്ലീൻ ആണ്. ഒരേ ഒരാൾ മാത്രം ഒരു പേയ്മെന്റ് നടത്തിയ സമയത്താണ് ഇത് ഫുൾ ടെർമിനേറ്റ് ആയി പോയത്. അപ്പൊ അവർക്ക് ഞങ്ങൾ മെയിൽ ഐ തിങ്ക് ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെയും തിരിച്ചു കൊണ്ടുവന്ന് ഒരു ആപ്പിലേക്ക് എല്ലാവരെയും കൺവേർട്ട് ചെയ്തെടുത്തു. അപ്പൊ അത് സെറ്റായി. അണ്ടർ 1 മണിക്കൂറിനുള്ളിൽ എല്ലാം പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്തു. എല്ലാം ഇങ്ങോട്ട് വന്നു. സ്വയംഭൂ ഉൾപ്പെടെ എല്ലാ ടീംസും ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞു. ഇപ്പോഴും ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ് സിമ്പിൾ. ഓക്കെ, ഇതേ സമയം നിങ്ങൾ ട്രിഗർ ആയിട്ട് അയ്യോ ടെലഗ്രാം പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും, അവിടെയല്ലേ എന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഞാൻ ടെലഗ്രാമിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും, ഇത്ര ഡേയ്സ് ഓർ ഇത്ര മന്ത്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അത് സെൽഫ് ഡിസ്ട്രക്ട് ആവും. സ്വയം ഡിസ്ട്രക്ട് ചെയ്ത് കളയുന്ന ഒരു ആപ്പാണത്. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ ഈവൺ ഒരു എവിടെന്നെങ്കിലും തീവ്രവാദി വന്ന് എന്റെ ഹാക്ക് ചെയ്ത് വിട്ടാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത്ര കഴിഞ്ഞ് അത് സ്വയം സെൽഫ് ബോംബ് പോലെയാണ്, അത് പൊട്ടിത്തെറിക്കും. ഒരു ഡാറ്റയും ഇല്ല. അങ്ങനെയാണ് അത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അറിയാത്തവർ പറഞ്ഞോളൂ. അറിയാത്തവരോട് പറയാണ്, ഇനി എല്ലാ യോഗ കോഴ്സും തരുന്നത് സിഗ്നൽ എന്ന് പറയുന്ന പുതിയ ആപ്പിലായിരിക്കും. ഐ തിങ്ക് ഇന്നലെ സിഗ്നൽ എന്ന് പറയുന്ന ആപ്പ് നല്ല ഫേമസ് ആയി ന്യൂസിലൊക്കെ. നിങ്ങളത് കണ്ടോ? ഇന്റർനാഷണൽ ന്യൂസിലാണ്, മാതൃഭൂമിയിലൊന്നുമല്ല കേട്ടോ. ഇന്റർനാഷണൽ ന്യൂസ് യൂട്യൂബിലൊക്കെ ഉണ്ട്. അതായത് USA സീക്രട്ട് ഏജൻസി ഉണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടെ ഒരു സെൻസിറ്റീവ് ആയിട്ടൊരു കാര്യം ചാറ്റ് ചെയ്യായിരുന്നു. അതിലൊരു മണ്ടൻ എന്നെ വിളിക്കണം, സെക്യൂരിറ്റി ഓഫീഷ്യലാണ്, എന്തിനാണ് പേരോട്ട് ദൈവത്തിന് അറിയാം, ജേർണലിസ്റ്റിനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരിക്കുന്നു.
എന്തോ ഈ ട്രോൾ ഗ്രൂപ്പിൽ അഡ്മിഷൻ എടുക്കുമെന്ന ആളിനെ പോലെ ജേർണലിസ്റ്റിനെ പിടിച്ചിട്ട് അത്രയും സെൻസിറ്റീവായ ഗ്രൂപ്പിൽ അവർ ആഡ് ചെയ്ത് വിട്ടു. പോയില്ലേ, ജേർണലിസ്റ്റ് എല്ലാം ലീക്ക് ചെയ്തു. അതിപ്പോ വലിയ ഇഷ്യൂ ആണ് അവിടെ, നല്ല പ്രശ്നമാണ്. US നല്ല പ്രശ്നമായിട്ട് അവിടെ കറങ്ങി കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വാട്സപ്പ് ചാനലിലാണ് ഞാൻ ഈ ആപ്പിന്റെ ലിങ്കുകളും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. ചാനലിന്റെ അബൌട്ട് സെക്ഷനിൽ വാട്സപ്പ് ചാനൽ ഉണ്ടാവും, ജസ്റ്റ് ജോയിൻ ചെയ്യുക. അവിടെയാണ് ഇനി എല്ലാ അപ്ഡേറ്റുകളും വരിക. പ്രധാനപ്പെട്ട വലിയ വലിയ ബോംബുകളൊക്കെ ഇനി അവിടെയാണ് ഇടുക. ഓക്കെ, ടെലഗ്രാമിൽ ബോംബിട്ട് അവിടുത്തെ CEO തന്നെ മണ്ടകാര്യം തന്നെ പുറത്താക്കിയിട്ടുണ്ടാവും. നമുക്കിനി വേറെ സ്ഥലത്ത് പോയിടാം. ഓക്കെ, വാട്സപ്പിലുണ്ടാവും, വാട്സപ്പ് ചാനലിൽ അതിന്റെ ലിങ്കും പേഴ്സണൽ ലിങ്കും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ഇത് വല്ല ഇഷ്യൂ ആയി. ആ ദിവസം ഈ ഒരു ന്യൂസ് പുറത്തു വന്ന് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് പ്ലേ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ആയത് സിഗ്നലാണ്. കാരണം എന്താ ശ്രദ്ധിച്ചോ? സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ് ഇത് മുഴുവൻ ലീക്ക് ആയിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇൻസ്റ്റാൾ കൂടി? അത് പുറത്തുനിന്ന് പറഞ്ഞ ഒരാളുടെ മിസ്റ്റേക്ക് കാരണം സംഭവിച്ചു. ഒരു US നിൽക്കുന്ന സീക്രട്ട് ഏജൻസീസ്, CIA പോലും, ഓക്കെ, CIA പോലുള്ള അത്രയും ഇന്റലിജന്റ് ഏജൻസീസ് വരെ സിഗ്നൽ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ അത് നിസ്സാരമല്ല എന്നർത്ഥം. അത് ജനങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പൊ പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ വാട്സപ്പും ടെലഗ്രാം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെ സിഗ്നലിലേക്ക് പോയി. ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ അൺഇൻസ്റ്റാളും ചെയ്തില്ല, എന്നെ പുറത്താക്കി. അപ്പൊ നമ്മള് ഓക്കെ, നീ ഇവിടെ ഇരിക്കണ്ട, നീ സിഗ്നലിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അയക്കുന്ന പോലെ സിഗ്നലിൽ വന്നിട്ടിരുന്നു. ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടും വന്നു, അത്രയേ ഉള്ളൂ. അവിടെ തന്നെയാണ് ഇനി എല്ലാ സംഭവങ്ങളും നടക്കുക. പാനിക് ആവുകയാണെങ്കിൽ എനിക്ക് പാനിക് ആയിക്കൂടെ അല്ലെ? ടെലഗ്രാം പോയി, അയ്യോ അമ്മ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പാനിക് ആവാം. ബട്ട് നൗ വി ഹാവ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി. ആൻഡ് നിങ്ങൾക്കൊരു കാര്യം അറിയോ, അതായത് ഞാനിത് പറഞ്ഞേ പറ്റൂ. ഇവിടെ എനിക്ക് ലോഗിൻ ലോഗ് ഔട്ട് എന്നുള്ള ഇഷ്യൂസ് വന്നപ്പോൾ എനിക്ക് പിന്നെ ടെലഗ്രാം ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഗ്രൂപ്പിൽ വേറെ മൾട്ടിപ്പിൾ അഡ്മിൻസ് ഒന്നും ഇല്ല, ഒരു അഡ്മിനേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കാണ് അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റുക, മെസ്സേജ് ചെയ്യാൻ പറ്റുക, എല്ലാം എനിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്, വേറെ ആർക്കും അത് ഡീൽ ചെയ്യാനും പറ്റില്ല. അപ്പോ ഞാൻ വാട്സപ്പിൽ ഇട്ടു, സ്വയംഭൂ മെമ്പേഴ്സ് ഒന്ന് ഉടനെ മെസ്സേജ് ചെയ്യാന്ന് പറഞ്ഞു. അവര് പെട്ടെന്ന് തന്നെ, അവരാണ് ആദ്യം പെട്ടെന്ന് മെസ്സേജ് അയച്ചത്. ഞാൻ അവരോട് കാര്യം പറഞ്ഞു, ഇന്നതാണ് സംഭവം, നിങ്ങൾ അവിടെയുള്ള എല്ലാവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് ഒരു 4-5, ആദ്യം വന്ന ഒരു 4-5 പേര്, ഫസ്റ്റ് വന്നവരോടല്ലേ പറയാ, 4-5 പേരോട് കാര്യം പറഞ്ഞു. ഇതാണ് സംഭവം, അവിടെ ആൾക്കാർ വെട്ടുകെടുക്കാണ്, ഗ്രൂപ്പിൽ പോയിട്ടൊന്ന് പറയാ, കറക്റ്റായിട്ട് എണ്ണി ഇവിടെ എല്ലാവരും എത്തിയെന്ന് കൺഫേം ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ഓരോരോ ഇത് വരുമ്പോൾ അവരടുത്ത് മെസ്സേജ് അയക്കും, ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കും, അവർ അവിടെ പോയി പറയും. അവരാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒറ്റ കാര്യം ചെയ്തിട്ടില്ല. സ്വയംഭൂല ആൾക്കാരാണ് മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവര് പറയും ഒരു മെസ്സേജ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തല്ലേ ഉള്ളൂ. അല്ലല്ല, അവരത് മാത്രമൊന്നല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ പല സാധന കാര്യങ്ങളൊക്കെ ആ ടെലഗ്രാമിൽ തന്നെയാണ് സേവ്ഡ് ആയിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് സെക്കൻഡറി ബാക്കപ്പ് ചെയ്യാം, പക്ഷെ അത് കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞാൻ അവരോടും പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ അത് റിക്കവർ ചെയ്യണം പറഞ്ഞു. അവർ അത് എടുത്ത് തന്നു, ഓർഡർ ആയി തന്നു. ഞാൻ എങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ അവര് തന്നു. ദേ വർക്ക് ഫോർ മീ. ഞാൻ ശരിക്കും, ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഈ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അതിനി വരുന്ന മാസങ്ങളിൽ, വരുന്ന വർഷങ്ങളിൽ ഡെഫിനറ്റ് ആയിട്ടും എക്സ്പ്ലോർ ചെയ്തിരിക്കും. ഒരാള് അല്ലെങ്കിൽ കയ്യിലെണ്ണാവുന്ന 2-3 പേര് ഇൻക്ലൂഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെയുള്ള ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഇന്റൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സാധകർ, ഇവിടെയുള്ള കമ്മ്യൂണിറ്റി തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റീസിനെ ലീഡ് ചെയ്യുന്ന പൊസിഷനിലേക്ക് ഞാൻ എന്തായാലും കൊണ്ടുവരും. അത് വെരി സോൺ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. ഞാനുണ്ടാവില്ല, കേസി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല, പക്ഷെ ഇവരുണ്ടാവും, കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരുണ്ടാവും, സാധകരുണ്ടാവും. ദേ വിൽ ലീഡ് ദിസ് കമ്മ്യൂണിറ്റി വെരി വെരി സോൺ. എനിക്ക് ഇന്ന് നടന്നൊരു ഇൻസിഡൻറ്റോടെ എനിക്കത് ഒരു സ്റ്റെപ്പായിട്ടല്ലേ നമ്മൾ അതിലൊരു വിശ്വാസം ഫുള്ളി അർപ്പിക്കുക. ഒരു 2ാമത്തെ ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം, 2ാമത്തെ ലെവലൊരു ട്രസ്റ്റ് എനിക്ക് ഇന്ന് നടന്ന സംഭവത്തോടെ എനിക്ക് ക്ലിയർ ആയിട്ട് വന്നു. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് വെരി വെരി താങ്ക്ഫുൾ എല്ലാവരോടും. അതാരൊക്കെയാണ്, എസ്പെഷ്യലി സ്വയംഭൂലിരിക്കുന്ന ടീംസ്, അവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ബിക്കോസ് അവർ തരുന്ന സപ്പോർട്ടൊന്നും നിസാരമല്ല. ഓക്കെ, സോ ഇതാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെ 1 minute.
പിന്നെ പറയാനുള്ള ഒരു കാര്യമാണ് ദിസ് ഇയർ, ആൻഡ് നിങ്ങളിപ്പോൾ ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ പോലെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല സ്ക്രിപ്റ്റുകൾ വെച്ചിട്ട്. എന്താണ് മീൻസ് എക്സ്പെരിമെൻ്റ് ചെയ്യുക പറഞ്ഞാൽ ഏതിനാണ് അധികം വ്യൂസ് കിട്ടുക എന്നുള്ള എക്സ്പെരിമെൻ്റ് അല്ല, എന്താണ് ആൾക്കാരെ ടച്ച് ചെയ്യുക, എന്താണ് ആൾക്കാരെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുക എന്നുള്ളൊരു പല പല കണ്ടന്റുകളും, ഇതുവരെ എഴുതാത്ത രീതിയിലുള്ള സ്ക്രിപ്റ്റുകളും, ഇതുവരെ ചാനൽ ചെയ്യാത്ത തരം കണ്ടന്റ്സും വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ഒരു 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 ചെറിയൊരു കുഴപ്പം നിങ്ങളൊന്ന് ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഒരു ബന്ധം ഉണ്ടാവില്ല അടുത്ത വീഡിയോ. യൂഷ്വലി ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? മുൻപ് പറഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞ ഫുൾ ഇയർ ഞാൻ ഇട്ട എല്ലാ വീഡിയോസും അതിന്റെ ടേസ്റ്റും അതിന്റെ ഫീലൊക്കെ വളരെ സിമിലർ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഐ എം ഡിസ്റ്റർബിങ് ദ ഓഡിയൻസ് സോ മച്ച്. കാരണം യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആ ടേസ്റ്റ് അവർക്ക് പിന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ കാണില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് വ്യൂസ് പോകും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. വി ഹാവ് ടു നോ എന്താണ് ഇനി അടുത്ത മലയാളി, എന്താണ് ഇനി അടുത്ത ഡയറക്ഷൻ ഓഫ് ദ കളക്റ്റീവ്, അതറിയണം. ഇപ്പോഴത്തെ നമുക്കറിയാം, അടുത്തത് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് എക്സ്പെരിമെന്റ്സ് ചെയ്തത്. ഐ ഡിസ്റ്റർബ് ഓർ ലെറ്റ്സ് കുറച്ച് പേർക്ക് അതൊരു അൺപ്ലസന്റ്, അല്ലെങ്കിൽ മേ ബി കൂടുതൽ പേർക്ക് കണ്ടന്റിൽ ഡിസപ്പോയിൻമെന്റ് വന്നിട്ടുണ്ടാവും. എന്താണ് ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ട് ഇടുന്നത്, സീരിയസ് ആയിട്ട് ഇടുന്നത് തോന്നുന്നുണ്ടാവും. ബട്ട് അത് ഉടനെ തന്നെ അവസാനിക്കും. കാരണം ഇപ്പോൾ ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരമുള്ള കണ്ടന്റ്സ് നിങ്ങൾക്കിനി പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പൊ നിങ്ങൾ റീസെന്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ചാനൽ ലോഗോ മാറ്റിയിട്ടുണ്ട്, യൂട്യൂബ് ബാനർ മാറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പണായി ചോദിക്കട്ടെ, അതായത് മുൻപ് ഞാനൊരു ഹുഡി ആയിട്ടുള്ള ഒരു ബോയിനെ ഇട്ടപ്പോ എൻ്റെ അടുത്ത് ടെലഗ്രാമിൽ പറഞ്ഞതാണ്, ഒരു സാധകം തന്നെ പറഞ്ഞാണ്, ഒരു കൈൻഡ്ലി ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ സ്പിരിച്വൽ ചാനൽ അല്ലേ, അപ്പോൾ കുറെ പേർക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ലോഗോ ഇങ്ങനെയൊന്നും ഇടണ്ട, അത് കാണുമ്പോൾ എന്തോ ഒരു കൈൻഡ് ഓഫ് ഒരു ഗോസ്റ്റ് പോലത്തെ ഒരു അപ്പിയറൻസ് ആണ്, ഒരു ടെറർ അപ്പിയറൻസ് ആണ്, അങ്ങനെ വേണ്ട, നിങ്ങളൊന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് ഇടുവോ. അതേപോലെ പേര് കേസ് ചെയ്യുന്ന ഇടുമ്പോൾ ആൾക്കാർക്ക് എന്താ പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയില്ല. സോ എന്തെങ്കിലും സ്പിരിച്വൽ വേർഡുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ബോധപൂർവമാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എൻ്റെ യൂട്യൂബ് നെയിം മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അഹം ബ്രഹ്മാസ്മി അല്ലേ, അതും വേണമെങ്കിൽ തത്വമസി, അതും വേണ്ട നാരായണ നാരായണ, ഇനി അതും വേണ്ട ശിവോഹം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും, ഒരു ഡൗട്ടും വേണ്ട. ബട്ട് ആ വഴിക്ക് ഞാൻ നിൽക്കില്ല. ഓക്കെ, ഏതെങ്കിലും ഒന്നിനെ പിടിച്ച് നിൽക്കുന്ന പരിപാടിയില്ല. ബിക്കോസ് ഇങ്ങനെ ചെയ്യാനൊരു രീതിയുണ്ട്. നമ്മൾ ആദ്യം ഒരാളെ ചാനലിൽ വരുമ്പോൾ അട്രാക്ട് ചെയ്യാനല്ല നോക്കുന്നത്, ടെസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ലെറ്റ്സ് എഗെയിൻ യൂട്യൂബിന്റെ ആംഗിളിൽ പറയുകയാണെങ്കിൽ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? അവര് ഇനി വരുന്ന എല്ലാത്തിലും അവർ പങ്കാളിയാവണം അല്ലെ? ഏതെങ്കിലും ഒരു വീഡിയോ കാണാനാണോ വരേണ്ടത്? അല്ലെങ്കിൽ 1-2 കാണാനാണോ വരേണ്ടത്? അല്ല. ആ ആംഗിളിലാണ് ഞാൻ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരാൾ വന്നാൽ അവർക്ക് റിപ്പൾഷൻ വേണം, പിന്നെ അവർ ഡൗട്ട് അടിക്കണം, പിന്നെ അവർ നന്നായിട്ടാണ് ജഡ്ജ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ആക്സെപ്റ്റൻസ് വരിക. അങ്ങനെയാണ് വരേണ്ടത്. ആ പാറ്റേൺ ആണ് ഇന്ന് എൻ്റെ കൂടെയുള്ള ഈ കമ്മ്യൂണിറ്റി, ഇത്രയും വലിയ സ്ട്രോങ് ബലമായിട്ടുള്ള കമ്മ്യൂണിറ്റിന്റെ സീക്രട്ട്. അതാണ് ആദ്യമേ എൻ്റെ ഒരു ചാനലിൽ തത്വമസി അഹം ബ്രഹ്മാസ്മി കണ്ട് അടിച്ചതാണെങ്കിൽ എനിക്കൊന്നും ഈ ബലം ഉണ്ടാവില്ല. ഉള്ളത് പറയാം, ഏത് ചാനലിനുണ്ടാവും ഇമാതിരി കമ്മ്യൂണിറ്റി പവർ? ജസ്റ്റ് ബൈ പീപ്പിൾ ഇറ്റ് ഈസ് മൂവിങ് ഫോർവേഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും, നിങ്ങളുടെ റിക്വസ്റ്റ് ഒക്കെ നിങ്ങൾ അത്രയും നല്ല ഉദ്ദേശത്തോടെയാണ് തരുന്നത്. മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പബ്ലിക്കായിട്ട് അത് പറയുന്നത് മാത്രം. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. പിന്നെ ഈ ലോഗോ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ചിലര് പറഞ്ഞ് സംശയം ഉണ്ടെന്നാണ്. ഇല്ലല്ലോ അല്ലേ? ഡൗട്ട് അടിക്കാൻ മാത്രം ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം KC പേര് ഉണ്ടല്ലോ, പേര് അത് സിൽവർ ആണ്. മേലൊരു മൂങ്ങയുണ്ട്. മൂങ്ങ ഒരു കുഴപ്പമാണ്. പിന്നെ മൂങ്ങയ്ക്ക് ഒരു നീല കണ്ണുണ്ട്. സോ അതെ, നിങ്ങൾക്ക് സംശയം വരുമ്പോൾ നമ്മൾ മാക്സിമം സംശയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെ? അപ്പൊ ആ വഴിക്കൊന്നും ചിന്തിക്കാതിരിക്കുക.
അതാണ് നല്ല മനസ്സിന്റെ ഒരു എന്താ പറയാ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാതിരിക്കുക, അതാണ് എല്ലാവർക്കും എനിക്കൊക്കെ നല്ലത്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. Then if a logo changes, that means the channel is going to change. ഇത് ഐ തിങ്ക് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ലോഗോ മാറ്റുന്നത്. ഓരോ പ്രാവശ്യം മാറുമ്പോഴും ചാനലിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. അതുപോലെ ലോഗോ മാറി. ലോഗോയില് ഇത്ര കാലം ഹുഡി ഇട്ട മനുഷ്യനായിരുന്നു, ഇപ്പോ ഇത് ഏതോ ഒരു മൂങ്ങ വന്നിട്ട് തുറിച്ചു നോക്കുന്നു. ഐ ഡോണ്ട് നോ എങ്ങോട്ടാ ചാനല്, എങ്ങോട്ടാ പോണ്, എന്താ പ്ലാൻ ചെയ്യുന്നു, വി ഡോണ്ട് നോ അല്ലേ. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗോഡ് ആം ഔൾ. രാത്രിയാണ് അതിന്റെ വർക്ക്. ഓക്കെ, സോ എപ്പോഴും നിൽക്കുന്ന പോലെ ഇനിയും അങ്ങോട്ട് മുന്നോട്ടുള്ള ഒരു ജേണി, ഓക്കെ, മുന്നോട്ടുള്ള ആ ഒരു പാത്ത് നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വാസം മാത്രമല്ല, ഡെഫിനറ്റ്ലി യു വിൽ ബി, എന്തായാലും കൂടെ ഉണ്ടാവും. അപ്പോ ഇനി വരുന്ന ഓരോ സംഭവങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ബി വിത്ത് മീ, ജസ്റ്റ് സപ്പോർട്ട്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ ബി വിത്ത് മീ, ശരിയല്ല തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ആൻഡ് ഗോ. ഓക്കെ, നോ ജഡ്ജ്മെന്റ്. ഓക്കെ, സോ യാ, ദാറ്റ്സ് ഓൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്ത ലൈവിൽ കാണാം.